വൈകുന്നേരം നമ്മൾ വെയിൽ ഇറങ്ങുന്ന സമയത്ത് വന്ന് ഇൻ്റർവ്യൂ ഒന്നും എടുക്കാനുള്ള സമയമില്ലായിരുന്നു. മറ്റേ നമ്മുടെ കൂടെ ഒരു കഴിഞ്ഞ വീഡിയോയിൽ ഒരെണ്ണം വന്നില്ലേ, അപ്പോൾ അണ്ണ പറഞ്ഞ് വൈകുന്നേരം വന്നാൽ മതിയെന്ന്. അപ്പോൾ എന്നാണ്ട് ഒത്തിരി കരിമീൻ വരുന്നുണ്ടോ. ആ കരിമീൻ അടിയിൽഭാഗത്ത് കണ്ടോ ഏറ്റവും ചെമ്പല്ലി കിടപ്പുണ്ട്. നിങ്ങൾക്ക് അത് ഇച്ചിരി കഴിയുമ്പോൾ കാണാം. കണ്ടോ നല്ല ഏറ്റവും നിഴൽ കണ്ടോ, നല്ല അടിപൊളി ചെമ്പല്ലിയാണ്. നമ്മൾ അതിനെയൊന്നും അടിക്കാൻ നിൽക്കുന്നില്ല, നമ്മളെ മേളിയ വലത്തെ സൈഡിൽ നിൽക്കുന്ന കരിമീനെ മാത്രമേ അടിക്കുന്നുള്ളൂ. അടിയുണ്ട് ആ ചെമ്പല്ലികൾ രണ്ടിനും ഓടുന്ന ഓട്ടം നോക്കണേ. എന്നാലും നമുക്കിനി ബാക്കി വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ക്യാമറയൊക്കെ എടുത്ത് നമ്മൾ തലയിൽ സെറ്റ് ചെയ്ത് രാവിലെ നടന്നു വന്നുള്ള ഫസ്റ്റ് ഷൂട്ട്. നമുക്ക് അടിക്കാൻ പരുവത്തിനാണ് ഒരു കരിമീൻ നിന്ന് വരുന്നത്. വേണ്ടാണ്ടോ അടിപൊളി ഒരു ഷൂട്ട്. അതൊരു കമ്പിനകത്ത് എന്തോ ഇങ്ങനെ കൊത്തി കൊത്തി നിന്നതാ. പുള്ളിക്കാരറിഞ്ഞില്ല അടി വീഴുമെന്ന്. പുതിയൊരു സൈറ്റാണ് കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ അടിച്ചിഞ്ഞെടുത്ത്. അപ്പോൾ ആ ഇടിഞ്ഞ് കിടക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഒരെണ്ണത്തിന് നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു അണ്ണം വിളിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ സൈറ്റായത്. ആ സൈറ്റിൽ അവർ പറഞ്ഞ് വെള്ളം തിരിച്ച് വേലി ഇറങ്ങുന്ന സമയത്ത് വന്നാൽ മതി, ഇഷ്ടംപോലെ പിടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വൈകുന്നേരം വന്ന് പിടിക്കുന്നത്. ഇത്രയും കരിമീനെ നിങ്ങൾ ആരെങ്കിലും അടുത്ത് കണ്ടിട്ടുണ്ടോ? കൂട്ടത്തോടെ ഒത്തിരി കരിമീൻ വന്ന കണ്ടായിരുന്നു, ശ്രദ്ധിച്ചായിരുന്നു? അതിൽ ഒരെണ്ണം നമ്മളഞ്ഞ് അടിച്ചെടുത്ത്. പെട്ടെന്ന് എടുത്തില്ലായിരുന്നെങ്കിൽ അവിടെ നിന്ന് കമ്പിനകത്തെല്ലാം കൂടെ കറക്കി ചുറ്റിയായിരുന്നെങ്കിൽ നമ്മുടെ ആ ഡാർട്ടും പോകും. എൻ്റെ ഈ ഡാർട്ടൊന്നും ഇല്ലായിരുന്നു, ഡീപ്പ് ഡാർട്ടൊന്നും ഇല്ലായിരുന്നു. ഞാൻ പണിഞ്ഞതെല്ലാം എല്ലാം പാറയിലടിച്ച് പൊട്ടി എല്ലാം പോയി. കണ്ട ഇത് കണ്ടേ, നമ്മളെ ഹാൻഡ് ഡാർട്ട് വെച്ച് നമ്മൾ അടിക്കുന്നത്. ഇത് കൊച്ചൊരു പാലത്തിൻ്റെ മണ്ടയെന്നുള്ള ഷൂട്ടാണ് കേട്ടോ. ഇത് ഞാൻ അടിക്കുന്ന റെഡ് ഡാർട്ട് വെച്ചാൽ നമ്മൾ അടിക്കുന്നത് കണ്ടോ. അപ്പം ഞാൻ അത് ഇതുവരെയായിട്ട് ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. ഞാൻ എന്തായാലും എടുത്തൊന്ന് ഉപയോഗിച്ച് നോക്കിയതാണ്. അപ്പം ഹൈറ്റിലൊക്കെ നിന്ന് വാഹേനെ ഇതിനെയൊക്കെ അടിക്കാൻ നല്ല സൂപ്പർ ഡാർട്ടാണ് അത്, റെഡ് ഡാർട്ട്. ഞാൻ ഇപ്പോൾ കാണിച്ച ഡാർട്ട് ഏതാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഉണ്ടോ. അത് നമ്മുടെ സാധനം ഇതാ ഉണ്ടോ, ആ ഡാർട്ടിൻ്റെ നീളമുള്ള മീനും റെഡ് ഡാർട്ടിലാണ് കേട്ടോ. ആ ചെറിയൊരു പാലം ഉണ്ടായത് നമ്മൾ അതിൻ്റെ മണ്ടയിൽ നിന്ന് അടിച്ചുകൊണ്ടാണ് ഡീപ്പ് ഡാർട്ട് ഈ റെഡ് ഡാർട്ട് കറക്റ്റ് ഒന്ന് കയറിയത്. ഇനി അങ്ങോട്ട് നമ്മൾ ഈ ഡാർട്ട് ഉപയോഗിക്കുന്നില്ല കേട്ടോ, ഇത് മാറ്റുക. കാരണം ഇനി അങ്ങോട്ട് പൊക്കമൊക്കെ കുറവാണ്. നമ്മൾ എത്രയായിട്ട് അടിച്ചാലും ഈ സാധനം പാളിപ്പോത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അതങ്ങ് മാറ്റിയിട്ട് നമ്മൾ ആദ്യമേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എടുത്തടിക്കുക. അടുത്ത ഷൂട്ട് നോക്കണം. അടുത്ത ഷൂട്ടിലെ കൺഫ്യൂഷൻ അടിക്കുന്നത്. അടിയിൽ കണ്ട കുറേ നിഴലായിട്ട് കാണുന്ന ഏറ്റവും ചെമ്പല്ലിയാണ് നിൽക്കുന്നത്. നമ്മൾ ചെമ്പല്ലിയൊന്നും പിടിക്കാൻ നിൽക്കുന്നില്ല, നമ്മൾ കരിമീനെ അടിക്കുന്നത്. അതുകൊണ്ട് ഈ ഷൂട്ടിലാണ്ട മീൻ വരുന്ന വിറക്കം കണ്ടോ. ഒത്തിരി നേരം കൊണ്ട് ഞാൻ കവണ പിടിച്ചുകൊണ്ടിരിക്കുകയുണ്ടോ. ഏതിനെയൊക്കെ അടിക്കണമെന്ന് ഒരു പിടുത്തമില്ല. കണ്ടോ അടിയിൽ കണ്ടോ നിഴലാട്ടൊക്കെ നിൽക്കുന്നുണ്ടോ, ചെമ്പല്ലി വരുന്നുണ്ടോ, പുറകെ നിൽക്കും ചെമ്പല്ലി വരുന്നുണ്ടോ, ഏറ്റവും ചെമ്പല്ലി അതുണ്ടോ. നമ്മൾ അതിനെയൊന്നും അടിക്കാൻ നിന്നില്ല. ഈ കരിമീനെ എല്ലാം പിടിച്ച് എനിക്ക് അതിനോട്ടായിപ്പോയി വലിയ താല്പര്യം കേട്ടോ. അതിനെ ഷൂട്ട് ചെയ്യാൻ നല്ല രസമാണ്, അതിനെ അടിക്കാനും. അതുകൊണ്ട് എനിക്ക് അതിനകത്തോട്ടായിപ്പോൾ താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ ആ ചെമ്പല്ലിയൊന്നും അടിക്കാൻ നിൽക്കാൻ. അത് മാത്രമല്ല, ചെമ്പല്ലിയൊക്കെ അടിച്ചാലും ശരി നമ്മുടെ ഡാർട്ട് പറ്റത്തില്ല. ഇനി തിരിച്ച് നമ്മൾ വന്ന് അല്ല കൊച്ചു പാലത്തിൽ നിന്ന് അടിച്ചില്ലേ, അവിടെ വന്ന് ഒരു കരിമീനെയും കൂടെ അടിച്ചിട്ട് നമ്മളിനി ഇവിടെ നിന്ന് യാത്ര മുമ്പോട്ട് പോവുക. ഇനി നമ്മുടെ വള്ളത്തിൻ്റെ അടുത്തോട്ട് പോവുക. ഇനി അടുത്തൊരു ഷൂട്ടിലോട്ട് പോകാം. ഒരെണ്ണം നമുക്ക് നിന്ന് തരുന്നുണ്ടോ അടിക്കാൻ പാകമായി. ഞാൻ കുറച്ച് മീനെ കിട്ടിയുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹാൻഡ് മെയ്ഡ് ഡാർട്ട് ആയതുകൊണ്ട് ഒരുപാട് ഡീപ്പിൽ പോകത്തില്ല. നമ്മൾ ഡീപ്പ് ഡാർട്ടൊക്കെ പൊട്ടിപ്പോയതുകൊണ്ട് പോകത്തില്ല. അതുകൊണ്ട് ഞാൻ മൊത്തം മിസ്സായി, കുറേയൊക്കെ മിസ്സായി. കാരണം ഇത് വരാലിനെയൊക്കെ അടിക്കാൻ പറ്റിയ ഡാർട്ടായി, ചെറിയ ഹാൻഡ് മെയ്ഡ് ഡാർട്ട് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് തോനെ കിട്ടാഞ്ഞ്. ഇനി നല്ലൊരു ഡാർട്ട് പണിഞ്ഞിട്ട് വേണം ഡീപ്പിൽ നിൽക്കുന്ന നല്ല അടിപൊളി ഒരു ചെമ്പലിയെ പിടിക്കാൻ. മറ്റേന്ന് പറഞ്ഞാൽ 100 ഗ്രാം 200 ഗ്രാമും വരുന്ന മീനെയൊക്കെ അല്ലേ ഞാൻ പിടിക്കുന്നത്. അപ്പോൾ നല്ലൊരു മീനെ നമുക്ക് പിടിക്കണം, വലിയ ആഗ്രഹമുണ്ട്.
അതുപോലെ ഈ വീഡിയോയിലെ ലാസ്റ്റ് ഷൂട്ടാണ് അത് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഷൂട്ടാണ്. ലാസ്റ്റ് ഷൂട്ടിൽ നമ്മൾ പിടിച്ച കരിമീനെയൊക്കെ നമുക്കൊന്ന് കാണാം. തോനെയൊന്നുമില്ല, കുറച്ചേ ഉള്ളു, എന്നാലും ഉള്ളത് കാണാം. കാരണം നല്ല ഡാർട്ടൊന്നും നമ്മുടെ ഇല്ലാത്തതുകൊണ്ടാണ്. ഞാനീ പോകുന്ന എല്ലാം പാറയുള്ള ഭാഗമായതുകൊണ്ട് നമ്മുടെ ഡാർട്ടെല്ലാം പൊട്ടി പോകുക. അപ്പോൾ അങ്ങനെയും പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമ്മൾ പിടിച്ച മീൻ ഇതൊക്കെ ഉണ്ടോ, ഇത്ര മീനെ കിട്ടിയുള്ളൂ നമുക്കൊന്ന്. തോനെ പിടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഡാർട്ട് കൊള്ളത്തില്ല. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോയിൽ കാണാം.